ഹലോ എവ്രി വൺ. സോ അപ്ലൈഡ് സൈക്കോളജിയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടോപ്പിക്കാണ് വാല്യൂസ്, എത്തിക്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ അപ്ലൈഡ് സൈക്കോളജി, അപ്ലൈയിങ് സൈക്കോളജി ഒരു അപ്ലൈഡ് സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, അപ്പം എത്തിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓൾറെഡി നിങ്ങൾ എനിക്ക് തോന്നുന്നു റിസർച്ചിലും അതുപോലെ തന്നെ കൗൺസിലിങ്ങിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആൻഡ് ഓൾസോ ഈ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പോർഷനിൽ പറയും. സോ എത്തിക്സ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. സോ എത്തിക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സൈക്കോളജിയാണ് ഡീൽ ചെയ്യുന്നത്. സോ നമ്മൾ ഡീൽ ചെയ്യുന്ന നമ്മളുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്രൂപ്പ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഹ്യൂമൻ ബീങ്സ് ആണ്. സോ ഹ്യൂമൻ ബീങ്സ് ആണ്, അതുപോലെ തന്നെ ഒരു ലാർജർ കമ്മ്യൂണിറ്റീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ലാർജർ കമ്മ്യൂണിറ്റീനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രൊഫഷണൽ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ എത്തിക്സ് എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. സോ ആ ഒരു പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഡീൽ ചെയ്യുന്നത് സൈക്കോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു ലാർജർ കമ്മ്യൂണിറ്റീസിനെയാണ്. അപ്പം അവർക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഹാമിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിന് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പൊതുവെ പറയാം, അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ അവിടെ പാലിക്കേണ്ട എത്തിക്സ്, ഇപ്പോൾ നമ്മൾ കോളേജിലാവുന്ന സമയത്ത് നമുക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അല്ലേ? അപ്പം അത് നമുക്ക് എന്താണ്, ഒരു തരത്തിലും ആർക്കും ഒരു ഹാം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂൾസ് വെക്കുന്നത്. സോ നമ്മൾ ഓരോ ഫീൽഡിലും എസ്പെഷ്യലി നമ്മൾ സൈക്കോളജിക്കൽ ഫീൽഡിൽ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുക. ഓക്കെ, സോ എത്തിക്സ് പല രീതിയിലുണ്ട്, പല തരത്തിലുണ്ട്, പല ടൈപ്പിലുണ്ട്. നമ്മളിവിടെ ഒരു 3 ടൈപ്പ് ഓഫ് എത്തിക്സിനെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് മാൻഡേറ്ററി എത്തിക്സ്. അപ്പോൾ ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എനി കോസ്റ്റ് വി കനോട്ട് ബി കോംപ്രമൈസ് ദിസ് കൈൻഡ് ഓഫ് എത്തിക്സ് ഓർ മാൻഡേറ്ററി എത്തിക്സ്. ദാറ്റ് മീൻസ് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ പാലിക്കേണ്ട എത്തിക്സിനെയാണ് മാൻഡേറ്ററി എത്തിക്സ്. അത് മാൻഡേറ്ററി ആണ്, നമ്മൾ പാലിക്കേണ്ടതാണ്. ഒരു തരത്തിലും നമുക്കതിലൊരു കോംപ്രമൈസും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻഫോംഡ് കൺസെൻറ്റ് എന്നുള്ളത്, അവരുടെ കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അവർ നമ്മൾ റിസർച്ച് പർപ്പസിനാണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും തെറാപ്പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളാണ്, അല്ലേ? സോ അത്തരത്തിലുള്ള എത്തിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മാൻഡേറ്ററി എത്തിക്സ് എന്ന് പറയാം. ഇനി സെക്കൻഡ് വണ്ണാണ് ആസ്പിറേഷണൽ എത്തിക്സ്. ആസ്പിറേഷണൽ എത്തിക്സ് എന്ന് പറയാം, നമ്മൾ ആസ്പിറേഷൻ എന്നൊക്കെ പറയാറില്ലേ. സോ ആസ്പിറേഷൻ എത്തിക്സ് കുറച്ചും കൂടെ ക്ലയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, ക്ലയൻസിനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്ലയൻസിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈലി റിജിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആസ്പിറേഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ക്ലയൻസിൻ്റെ ഇൻട്രൻസ് പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ ഒരു ബെസ്റ്റിന് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിനും അവരുടെ ഒരു നല്ലതിനും വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എത്തിക്സിനെയാണ് ആസ്പിറേഷണൽ എത്തിക്സ് എന്ന് പറയുക. സോ ആസ്പിറേഷണൽ എത്തിക്സ് ഇൻക്ലൂഡ്സ് ഡൂയിങ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ the interest of the clients. Okay, includes doing what is best for the interest of the clients. അപ്പം ക്ലയൻസിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലത് വരുന്ന രീതിയിൽ നമ്മൾ
പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സിനെയാണ് ആസ്പിറേഷണൽ എത്തിക്സ് എന്ന് പറയാം. ഇപ്പം ചില ആൾക്കാർക്ക് കോൺഫിഡൻഷ്യാലിറ്റി ചിലപ്പോൾ കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടെ അത് ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ ക്ലയൻറ്റിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് രീതിയിൽ അത് ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കാര്യമാണ്. സോ ക്ലയൻസിൻ്റെ ഇൻട്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ അവർക്ക് നല്ലത് വരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ബെസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ആസ്പിറേഷൻ്റെ ബേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എത്തിക്സിനെയാണ് ആസ്പിറേഷണൽ എത്തിക്സ് എന്ന് പറയുക. സോ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് വെൻ കമ്പയർഡ് ടു മാൻഡേറ്ററി എത്തിക്സ്. ഓക്കെ, ദെൻ പോസിറ്റീവ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ പ്രാക്ടീഷണേഴ്സിൻ്റെ സൈഡിൽ വരുന്ന സൈക്കോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സിൻ്റെ സൈഡിൽ വരുന്ന എത്തിക്സ് ആണ്. ഹു വാണ്ട് ടു ഡു ദെയർ ബെസ്റ്റ് ഫോർ ക്ലയൻറ്റ്സ് റാദർ ദാൻ സിംപ്ലി മീറ്റിംഗ് മിനിമം സ്റ്റാൻഡേർഡ്സ് സ്റ്റേ ഔട്ട് ഓഫ് ട്രബിൾ. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്ന ക്ലയൻസിനെ പേഷ്യൻസിനൊക്കെ അവരുടെ ഇപ്പോൾ നമുക്ക് പാലിക്കേണ്ട മിനിമം സ്റ്റാൻഡേർഡ്സും എത്തിക്സൊക്കെ ഉണ്ടാകും. അതിൽ നിന്നും മാറിയിട്ട് നമ്മളുടെ ക്ലയൻസിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് വു വാണ്ട് ടു ഡു ദെയർ ബെസ്റ്റ് ഫോർ ക്ലയൻറ്റ്സ് അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീഷന് കൊടുക്കുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് അങ്ങനെ അത് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന എത്തിക്സിനെയാണ് നമ്മൾ പോസിറ്റീവ് എത്തിക്സ് എന്ന് പറയുക. ദാറ്റ് മീൻസ് ഈസ് എൻ അപ്രോച്ച് ടേക്കൺ ബൈ പ്രാക്ടീഷണേഴ്സ് എടുക്കുന്ന ഒരു അപ്രോച്ചാണ് ഹിയർ വു വാണ്ട് ടു ഡു ദെയർ ബെസ്റ്റ്. അതായത് പ്രാക്ടീഷണേഴ്സിന് നല്ലത് ചെയ്യണം ഫോർ ക്ലയൻറ്റ്സ്. ആർക്ക് വേണ്ടിയിട്ട്? ക്ലയൻസിന് വേണ്ടിയിട്ട്. റാദർ ദൻ സിംപ്ലി മീറ്റിംഗ് മിനിമം സ്റ്റാൻഡേർഡ് സ്റ്റേ ഔട്ട് ഓഫ് ട്രബിൾ. മിനിമം പാലിക്കേണ്ട സ്റ്റാൻഡേർഡ്സിൽ നിന്നും മാറി കുറച്ചും കൂടെ പ്രാക്ടീഷണേഴ്സിന് അവരുടെ ബെസ്റ്റ്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫോർ ക്ലയൻസിനെ നോക്കിയിട്ട് അവരെ നല്ല രീതിയിൽ എങ്ങനെ ഈ ഒരു ട്രബിളിൽ നിന്നും ക്ലയൻസിനെ ഒഴിവാക്കാം, ആ രീതിയിൽ അവർ കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള എത്തിക്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പോസിറ്റീവ് എത്തിക്സ് എന്ന് പറയുക. സോ അതിൽ ക്ലയൻസിന് നല്ല രീതിയിൽ പരിഗണിച്ചു കൊണ്ടിട്ട് പ്രാക്ടീഷണേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ പോസിറ്റീവ് എത്തിക്സ് എന്ന് പറയാം. ഓക്കെ, സോ 3 എത്തിക്സാണ്. മാൻഡേറ്ററി, ആസ്പിറേഷണൽ. മാൻഡേറ്ററി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്. ആസ്പിറേഷണൽ എത്തിക്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്ലയൻസിൻ്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടുള്ളത്. ആൻഡ് പോസിറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അപ്രോച്ച് ബൈ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ദേ ഡു ദെയർ ബെസ്റ്റ് ഫോർ ക്ലയൻറ്റ്സ്. ഓക്കെ, സോ അത്തരത്തിലുള്ള എത്തിക്സിനെയാണ് പോസിറ്റീവ് എത്തിക്സ് എന്ന് പറയാം. സോ നമുക്കറിയാം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ അണ്ടറിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കുറേ APൻ്റെ കുറേ കാര്യങ്ങളാണല്ലേ. സോ ഈ APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ കുറേ എത്തിക്കൽ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ താഴെ പറയുന്നതാണ് APN അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്ന കുറച്ച് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓട്ടോണോമി എന്ന് പറയുന്നത്. ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ ഫോസ്റ്ററിങ് ദ റൈറ്റ് ടു കൺട്രോൾ ദ ഡയറക്ഷൻ ഓഫ് വൺസ് ലൈഫ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മളുടെ ക്ലയൻസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, ഓക്കെ, അപ്പം അവരെ ഒരു നല്ല ഡയറക്ഷനിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഡയറക്ഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഭയങ്കര വൾണറബിളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ട്രബിളിലായിരിക്കും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവുക. സോ അവരെ ഒരു ലൈഫിൻ്റെ നല്ലൊരു ഡയറക്ഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺട്രോളിങ് കൂടുതലായിട്ടുള്ള ഒരു നമ്മൾ വഹിക്കുന്ന ആൾക്കാരാണ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. സോ ഫോസ്റ്ററിങ് ദ റൈറ്റ് ടു കൺട്രോൾ ദ ഡയറക്ഷൻസ് ഓഫ് ലൈഫ്, വൺസ് ലൈഫ്. അപ്പം ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എത്തിക്കൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ക്ലയൻസിന് അവരുടെ ലൈഫിൽ നല്ലൊരു ഡയറക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓട്ടോണോമി. ഇനി നോൺ മാലിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക്, അതായത് നമ്മളെ ക്ലയൻസിന് ഹാം ചെയ്യുന്ന ആക്ഷൻസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അവോയ്ഡിങ് ആക്ഷൻസ് ദാറ്റ് കോസ് ഹാം. മറ്റുള്ളവർക്ക് ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ലയൻസിന് ഹാം ചെയ്യുന്ന ആക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നോൺ മാലിഫിഷ്യൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ബെനഫിഷ്യൻസ് എന്ന് പറയുന്നത്. ബെനഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബെനഫിറ്റ് എന്നുള്ള രീതിയിൽ. സോ വർക്കിംഗ് ഫോർ ദ ഗുഡ് അല്ലെങ്കിൽ ബെനഫിറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ബൈ പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്. നമ്മൾ ഡീൽ ചെയ്യുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയൻസിന് അവരുടെ മെൻ്റൽ ഹെൽത്തും
മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് പ്രൊമോട്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽസിനും സൊസൈറ്റിക്കും വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് അവരുടെ ബെസ്റ്റിന് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ബെനിഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് ഫോർ ദ ഗുഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, ഇൻഡിവിജ്വൽസിനും സൊസൈറ്റിക്കും നല്ലത് വരുന്നതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക ബൈ പ്രൊമോട്ടിങ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് പ്രൊമോട്ട് ചെയ്തിട്ട്. ഓക്കെ. ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ട്രീറ്റിംഗ് ഇൻഡിവിജ്വൽസ് ഇക്വിറ്റബിളി ആൻഡ് ഫോസ്റ്ററിങ് ഫെയർനെസ് ആൻഡ് ഇക്വാലിറ്റി. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് നമ്മൾ ഫെയർനെസ്, ഒരു യൂണിഫോമിറ്റി, യുണീക്നെസ് ആൻഡ് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് മുന്നിൽ വരുന്ന ക്ലയൻസൊക്കെ നമ്മളുടെ മുന്നിൽ എന്താണ്, ഈക്വലാണ്, നമുക്ക് തുല്യരാണ്. സോ ഒരു ജസ്റ്റിസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക ഈക്വലായിട്ട് എന്നുള്ളതാണ് ജസ്റ്റിസിൽ പറയുന്നത്. സോ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ക്ലയൻറ്റിനെ ഒരു ഒരു നല്ല ഡയറക്ഷനിലേക്ക്, അവരുടെ ജീവിതത്തിന് നല്ല ഡയറക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. രണ്ടാമതാണ് നോൺ മാലിഫിഷ്യൻസ്, അവോയ്ഡിങ് ആക്ഷൻസ് ദാറ്റ് കോസ് ഹാം. ഒരു രീതിയിലും ഉള്ള ഹാം ഉണ്ടാക്കുന്ന ആക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളത്. ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വൽസിൻ്റെയും സൊസൈറ്റീൻ്റെയും നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക ബൈ പ്രൊമോട്ടിങ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഫെയർനെസ് ആൻഡ് ഈക്വാലിറ്റി, ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഫിഡലിറ്റി അടുത്തത്. ഫിഡലിറ്റി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്സിൻ്റെയും പ്രോമിസസിൻ്റെയും ഒക്കെ ബേസിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്ന സമയത്തോ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്ന സമയത്തോ നമ്മൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ് എന്നുള്ളതും നമ്മൾ എത്രത്തോളം അവർക്ക് പ്രോമിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അത് എത്രത്തോളം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരു ട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതും അതേപോലെ കമ്മിറ്റ്മെൻറ്റ്സും പ്രോമിസും കീപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സോ അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സും പ്രോമിസസൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഹോണറിങ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കീപ്പിംഗ് പ്രോമിസസ്. കമ്മിറ്റ്മെൻറ്റ് അതേപോലെ തന്നെ പ്രോമിസസൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ട്രസ്റ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫിഡലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡീലിംഗ് ട്രൂത്ത്ഫുള്ളി, നമ്മൾ അവരെ ഡീൽ ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായിട്ടായിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ട്രൂത്ത്ഫുള്ളി ഹോണസ്റ്റായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡീലിംഗ് ട്രൂത്ത്ഫുള്ളി വിത്ത് ഇൻഡിവിജ്വൽസ് വിത്ത് ഹോം സൈക്കോളജി കം ഇൻ ടു പ്രൊഫഷണൽ കോണ്ടാക്ട്. നമ്മൾ മുന്നിലേക്ക് വരുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രൂത്ത്ഫുള്ളി ഹോണസ്റ്റ്ലി നമ്മൾ അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി റെസ്പെക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഫോർ പീപ്പിൾസ് റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. അപ്പോൾ നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും ഡിഗ്നിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വാല്യൂസ് കൊടുത്തിട്ട് അവർക്ക് അതിനുള്ള ഒരു ഡിഗ്നിറ്റി കൊടുത്തിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ എല്ലാ ആസ്പെക്ട്സിലും, അവരുടെ പ്രവർത്തികളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളായിക്കോട്ടെ എല്ലാത്തിലെയും അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ട്, അവരുടെ സ്ഥാനത്തെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ റൈറ്റുകളെല്ലാം ഒരേപോലെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് റെസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓട്ടോണമി, നോൺ മാലിഫിഷ്യൻസ്, ബെനിഫിഷ്യൻസ്, ജസ്റ്റിസ്, ഫിഡലിറ്റി, വെറാസിറ്റി ആൻഡ് റെസ്പെക്റ്റ് ആർ ദ few guidelines or standards that given by APA. ഓക്കെ, APAൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ APA പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം അപ്ലൈഡ് സൈക്കോളജിയിലൊക്കെ ടെക്സ്റ്റുകളൊക്കെ വെസ്റ്റേൺ ബേസ്ഡാണ്. അവിടുത്തെ എക്സാമ്പിൾസാണ്, അവിടുത്തെ പ്രാക്ടീഷണേഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏജൻസിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ അന്ന് തന്നെ HPCൻ്റെ കാര്യമൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ APA പോലെ തന്നെ UK ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഹെൽത്ത് പ്രൊഫഷൻസ് കൗൺസിൽ എന്ന് പറയുന്നത്, HPC. APA എന്നൊക്കെ പറയുന്ന പോലെ ഹെൽത്ത് പ്രൊഫഷൻസ് കൗൺസിൽ. ഓക്കെ. സോ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം പ്രാക്ടീഷണേഴ്സ് നമ്മൾ പല വിധത്തിലുള്ള, ഇപ്പം സൈക്കോളജിക്കൽ പ്രാക്ടീഷണേഴ്സ്, സൈക്കോളജിസ്റ്റ്, പല രീതിയിലുള്ള സർവീസസ് നമ്മളെ സൊസൈറ്റിക്ക് ആൻഡ് കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് അവരെ കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ
ചെയ്യാൻ പറ്റാണ്ട് ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടി നമ്മൾ മുന്നിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരാണ്. സോ അവർ അത്രക്കും വൾണറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും. നമ്മൾ ഒരാൾ എന്ത് പറഞ്ഞാലും അത് അവരെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലായിരിക്കും നമ്മൾ മുന്നിലേക്ക് എത്തുക. സോ അങ്ങനെയുള്ള ഒരു പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീൻ്റെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അവർക്ക് എന്തെങ്കിലും മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻസ് അവർ നേരിടുന്ന ചൂഷണങ്ങളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ചില കേസിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന ഏരിയാസാണ്. സോ അൺട്രെയിനഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വരാനും അങ്ങനെ സമൂഹത്തിൽ വന്ന് ലൈക്ക് അവർക്ക് അതിനുള്ള സ്കില്ലൊന്നും ഇല്ലാണ്ട് അവർ പ്രാക്ടീഷണേഴ്സായിട്ട് വർക്ക് ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള അൺട്രെയിനഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന്, പ്രാക്ടീഷണേഴ്സിൽ നിന്ന് മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീൻ്റെ നീഡ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് ജൂലൈ 1 2009 UK വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു റെഗുലേറ്റിംഗ് ഏജൻസിയാണ് ഹെൽത്ത് പ്രൊഫഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ടും അവരെ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ വൾണറബിൾ ഗ്രൂപ്പിൻ്റെ നീഡ്സും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു കൗൺസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത്, ഇറ്റ്സ് റോൾ ഈസ് ടു പ്രൊട്ടക്റ്റ് ദ പബ്ലിക് ബൈ എൻഷുറിങ് ദാറ്റ് അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് മീറ്റ് സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ്, പ്രൊഫഷണൽ സ്കിൽസ്, ബിഹേവിയർ ആൻഡ് ഹെൽത്ത്. സോ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ബൈ എൻഷുറിങ് ദാറ്റ് അപ്ലൈഡ് സൈക്കോളജിസ്റ്റ്, അതായത് ഇവർ പോകുന്ന അപ്ലൈഡ് സൈക്കോളജിസ്റ്റുകൾക്ക് മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് ഇവർ മെൻഷൻ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്, ആൻഡ് ഇവരുടെ ബിഹേവിയറും ഹെൽത്ത് ആൻഡ് വൈസ് ഓക്കെ ആണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമേ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് മറ്റുള്ളവരെ പബ്ലിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഹെൽത്ത് പ്രൊഫഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. സോ HPC പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ്, അതായത് HPC ഹെൽത്ത് പ്രൊഫഷണൽ കൗൺസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് പബ്ലിക്കിനെ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ, ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫ്രം മാൽ പ്രാക്ടീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഫേസ്ഡ് ബൈ അൺട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്. സോ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിൽ നിന്നുണ്ടാകുന്ന എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ മാൽ പ്രാക്ടീസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, പ്ലസ് ഇവർ ഡീൽ ചെയ്യുന്ന ഈ ഒരു അപ്ലൈഡ് സൈക്കോളജിസ്റ്റുകൾ ഇവർ പറയുന്ന ട്രെയിനിങ് ആൻഡ് അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഈ പ്രൊഫഷണൽ സ്കിൽസും അവരുടെ ബിഹേവിയർ കോണ്ടക്റ്റും ഒക്കെ ഓക്കെ ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് HPC എന്ന് പറയുന്നത്. സോ HPC പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ നമ്മൾ HPC എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത് ഇവർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഇവർ സർട്ടിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പേരുകൾ അല്ലെങ്കിൽ ടൈറ്റിൽ, ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ പേരുകൾ വെക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഇവർ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കുന്ന ടൈറ്റിൽസിനെയാണ് നമ്മൾ HPC പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് എന്ന് പറയുക. സോ ദ ഹെൽത്ത് പ്രൊഫഷണൽ കൗൺസിൽ ഹാസ് ഡിസൈൻഡ് ദീസ് ടൈറ്റിൽ ആസ് പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ്. അപ്പോൾ ഇവർ കൊടുക്കുന്ന ടൈറ്റിലിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് എന്ന് പറയുക. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ ദ ടൈറ്റിൽസ് പ്രൊട്ടക്റ്റ് ദ നീഡ്സ് ആൻഡ് നമുക്കെന്താ പറയാൻ പറ്റുക, പബ്ലിക്കിൻ്റെ നീഡ്സും അതേപോലെ തന്നെ അവരുടെ ഒരു
കണ്ടീഷനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈറ്റിൽസ്. അപ്പം അവർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പോകുന്ന പ്രൊഫഷണൽ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത് അവർ ട്രെയിൻഡ് ആണ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു ക്ലയൻസ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് എ പ്രാക്ടീഷണർ ഈസ് നോട്ട് അലൗഡ് ടു അഡ്വർടൈസ് ദംസെൽഫ് ആസ് എനി ഓഫ് ദീസ് ടൈപ്സ് ഓഫ് അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് unless they have met the training and performance criteria that allow them to be registered with HPC. സോ HPCയിൽ രജിസ്റ്റർ ചെയ്യാണ്ട് അവർ പറയുന്ന ക്രൈറ്റീരിയ ഒന്നും ഫോളോ ചെയ്യാത്ത സൈക്കോളജിസ്റ്റുകൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ സ്വയം ഇഷ്ടപ്രകാരം അഡ്വർടൈസ് ചെയ്യാനോ, അതായത് ഇവരൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് എന്ന് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സിനാരിയോയിൽ ഒരുപാട് ആൾക്കാർ ക്വാളിഫിക്കേഷനിൽ 6 മാസമുള്ള 6 കൗൺസിലിംഗ് കോഴ്സസ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഓൺലൈൻ കൗൺസിലിംഗ് കോഴ്സസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരും ഒരുപാട് കാലം വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. സോ ഈ HPCൻ്റെ ബേസിൽ ഇങ്ങനെയുള്ളൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ രജിസ്ട്രേഷൻ കൊടുക്കാത്ത ഒരാൾക്കും നമുക്ക് ഈ പറയപ്പെട്ട ടൈറ്റിൽസ് യൂസ് ചെയ്യാൻ, പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ പ്രാക്ടീഷണർ ഈസ് നോട്ട് അലൗഡ് ടു അഡ്വർടൈസ് ദംസെൽഫ്. അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല ആസ് എനി ഓഫ് ദീസ് ടൈപ്പ് ഓഫ് അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് അൺലെസ് ദേ ഹാവ് മെയ്ഡ് ദ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് ക്രൈറ്റീരിയ ദറ്റ് അലൗ ദം ടു ബി രജിസ്റ്റേർഡ് വിത്ത് HPC. HPCയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് ഇത് ഇങ്ങനെയുള്ളൊരു ടൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവർ പറയുന്ന പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് ഏതൊക്കെയാണ്? പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റ്, രജിസ്റ്റേർഡ് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ആൻഡ് ഓൾസോ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്, ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, ഹെൽത്ത് സൈക്കോളജിസ്റ്റ്, ഒക്യുപ്പേഷണൽ സൈക്കോളജിസ്റ്റ്, സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജിസ്റ്റ്. ഇങ്ങനെ ഇവർ പറയുന്ന ഈ പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അവിടെ ഇങ്ങനെയുള്ള ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ the HPC maintains a register of practitioner psychologists who meet these record standards, and it has also specified a set of protected titles that practitioners can use only if they are registered with HPC. സോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? HPCയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ, HPC ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന HPCയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ഫീൽഡിൽ പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ HPC ഹാസ് ദ അതോറിറ്റി ടു ടേക്ക് ഔട്ട് ദ ക്രിമിനൽ പ്രോസിക്യൂഷൻസ് അഗെയിൻസ്റ്റ് എനിവൺ ഹൂ യൂസ് ദീസ് റെസ്ട്രിക്റ്റഡ് ടൈറ്റിൽസ്. അപ്പം HPCക്ക് ഇങ്ങനെ HPCയിൽ രജിസ്റ്റർ ചെയ്യാണ്ട് ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻസ് അല്ലെങ്കിൽ അത് കേസ് എടുക്കാനുള്ള ഒരു അതോറിറ്റി, ഇൻറ്റിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? HPC ആണ്. സോ HPC ഹാസ് അതോറിറ്റി ടു ടേക്ക് ദ ക്രിമിനൽ പ്രോസിക്യൂഷൻ അഗെയിൻസ്റ്റ് എനിവൺ ഹു യൂസസ് ദിസ് റെസ്ട്രിക്റ്റഡ് ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ക്രിമിനൽ പ്രോസിക്യൂഷനെതിരെ ഈ അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇൻ അഡീഷൻ ദ HPC ക്യാൻ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് എനി പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റ് ഹു ഡസ് നോട്ട് മീറ്റ് ദർ സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട്, പെർഫോമൻസ് ആൻഡ് എത്തിക്സ് ആക്ഷൻ ദാറ്റ് മൈറ്റ് ഇൻക്ലൂഡ്. സോ HPCക്ക് വേറൊരു റോളുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇവർ പറയുന്ന ഹു ഡസ് നോട്ട് മീറ്റ് ദർ സ്റ്റാൻഡേർഡ്സ്, ഇവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട്, പെർഫോമൻസ് ആൻഡ് എത്തിക്സ് മീറ്റ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ HPCക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. HPC പറയുന്ന സ്റ്റാൻഡേർഡ്സും കണ്ടക്റ്റും അതേപോലെ തന്നെ പെർഫോമൻസ് ആൻഡ് എത്തിക്സും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത, മീറ്റ് ചെയ്യാത്ത പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? HPCക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവരെടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പല രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാം അതിൻ്റെ ഒരു സിവിയറിറ്റിക്ക് അനുസരിച്ച്. അപ്പം ഇവർ ഒന്നാമത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റെക്കമെൻഡേഷൻസ് ഓഫ് ഫർദർ ട്രെയിനിങ് ആൻഡ് സൂപ്പർവിഷൻ. ഫർദർ ട്രെയിനിങ് ഇപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ട്രെയിനിങ് ആൻഡ് സൂപ്പർവിഷൻ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ വീണ്ടും ട്രെയിനിങ് എടുക്കുക എന്നുള്ളത്.
അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിൽ, ഇപ്പോൾ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ 6 മാസത്തേക്ക് പ്രിവെൻറ്റിങ് എ പ്രാക്ടീഷണർ ഫ്രം പ്രാക്ടീസിങ് ഫോർ എ സ്പെസിഫിക്, ഇപ്പം എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്തിട്ട് പക്ഷേ എത്തിക്സിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, പ്രിവെൻറ്റിങ് എ പ്രാക്ടീഷണർ ഫ്രം പ്രാക്ടീസിങ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലേക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിലേക്ക് അവരുടെ പ്രാക്ടീഷന് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലൈസൻസ് പ്രിവെൻറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള, ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത്. ആൻഡ് ഓൾസോ ഓർ സ്ട്രൈക്കിംഗ് ദാറ്റ് പേഴ്സൺ ഓഫ് ദ രജിസ്റ്റർ ഫോർ ലൈഫ്, അല്ലെങ്കിൽ ജീവിതകാലം ആൾക്ക് ഈ ഒരു ഫീൽഡിൽ അവരുടെ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു മൂവ്മെൻറ്റും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആക്ഷൻസ് ഒക്കെ എടുക്കാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്, HPCക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ഒരു സർവീസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട്, പെർഫോമൻസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഈ എത്തിക്സ് ആൻഡ് വാല്യൂസിൽ പറയുന്ന എൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക് തന്നെയാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട് ആൻഡ് പെർഫോമൻസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ HPCൻ്റെ പ്രൊട്ടക്റ്റഡ് ടൈറ്റിൽസും ആ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽസ് യൂസ് ചെയ്താലുണ്ടാവുന്ന ഉണ്ടാവുന്ന ആക്ഷൻസ് ഓഫ് HPCയും കണ്ടു. സോ ഇനി ഇവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട് ആൻഡ് പെർഫോമൻസ് ആൻഡ് എത്തിക്സ്, HPC പറയുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഓഫ് അവരുടെ ബേസിലുള്ള സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട് ഓർ പെർഫോമൻസ് ആൻഡ് എത്തിക്സ് ആണ് പറയുന്നത്. സോ നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട് അല്ലെങ്കിൽ പെർഫോമൻസ് എത്തിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഓൾ പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റ് ആർ എക്സ്പെക്റ്റഡ് ടു കീപ് ടു എ ജനറൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട്, performance and ethics that will be applicable to any practitioner working in the health professional in general. നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണലിൽ കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റും പല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്റ്റും അതുപോലെ തന്നെ പെർഫോമൻസും എത്തിക്സൊക്കെ പാലിക്കണം. സോ ഇങ്ങനെ നമ്മൾ ഒരു ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്റ്റിനെ നമ്മൾ അഡ്ഹർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഡ്ഹർ ചെയ്യുക പറഞ്ഞാൽ പാലിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്റ്റാൻഡേർഡ്സ് ഒബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ദീസ് കൈൻഡ് ഓഫ് പ്രാക്ടീഷണേഴ്സ് ഈസ് ഫിറ്റ് ടു ദ പ്രാക്ടീസ്. സോ ഇത്തരത്തിലുള്ള പ്രാക്ടീഷണേഴ്സ് എന്താണ്, പ്രാക്ടീസിന് ഫിറ്റാണ് അക്കോർഡിംഗ് ടു HPC. സോ ഇങ്ങനെയുള്ള പ്രാക്ടീഷണേഴ്സ് ഫിറ്റാണ് എന്ന് പറയുന്നതിനർത്ഥം ദേ ഹാസ് സ്പെസിഫിക് സ്കിൽ, നോളജ് ഓർ ദേ ഹാസ് പ്രിസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ദേ ഹാവ് റെക്കമെൻഡഡ് സ്കിൽസ്, നോളജ്, ക്യാരക്ടർ ആൻഡ് ഹെൽത്ത് ടു പ്രാക്ടീസ് ദെയർ പ്രൊഫഷൻ സേഫ്ലി ആൻഡ് എഫക്റ്റീവ്ലി. സോ ഇവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോണ്ടക്റ്റ് അഡ്ഹർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ഗിവ് ദ ലേബൽ ഓഫ് ഫിറ്റ് ടു പ്രാക്ടീസ്. സോ ഈ ഫിറ്റ് ടു പ്രാക്ടീസ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ദേ ഹാസ് എ സ്കിൽസ്, നോളജ്, ക്യാരക്ടർ ആൻഡ് ഹെൽത്ത് ടു പ്രാക്ടീസ് ദെയർ പ്രൊഫഷൻ സേഫ്ലി ആൻഡ് എഫക്റ്റീവ്ലി. സോ ഇവർക്ക് അവരുടെ പ്രൊഫഷണൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ സേഫായിട്ടും എഫക്റ്റീവായിട്ടും കൊണ്ടുപോകാനുള്ള സ്കിൽസ് ഉണ്ട്, നോളജ് ഉണ്ട്, ആൻഡ് ഓൾസോ ക്യാരക്ടർ ആൻഡ് ഹെൽത്ത് ഉണ്ട്. ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ വന്നാണ്. ദാറ്റ് മീൻസ് ദേ അഡ്ഹർ ദ സ്റ്റാൻഡേർഡ്സ് implies that the practitioner is fit to practice. So HPC പറയുന്ന കുറച്ച് താഴെ പറയുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ്, അവർ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ് ഇനി താഴെ പറയുന്നത്. അക്കോർഡിംഗ് ടു HPC, ഫസ്റ്റ് വൺ ഈസ് റെസ്പെക്ട് ദ കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക, കൺസെൻറ്റ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദെയർ ക്ലയൻറ്റ് സർവീസ് users. When interacting with their clients and service users, please
ഷുഡ് എൻഷുർ ദെയർ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് കൺസെൻറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ്. അടുത്തതാണ് എൻഷുർ ദാറ്റ് ദെയർ സ്കിൽസ് ആർ അപ് ടു ഡേറ്റ്. അതായത് ഇപ്പം ഒരു പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അവരുടെ സ്കിൽസ് എന്തായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതായത് അവർ ഇങ്ങനെ കാലത്തിനനുസരിച്ച് അവരുടെ സ്കിൽസുകൾ ഇങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ദേ ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഓഫർ സർവീസസ് ദാറ്റ് ആർ ഔട്ട് ഓഫ് സൈഡ് ഓഫ് ദി സ്കോപ്പ് ഓഫ് ദെയർ നോളജ്. അവർക്ക് നോളജ് ഇല്ലാത്ത ഏരിയയിൽ, അല്ലെങ്കിൽ അവർക്ക് നോളജ് ഇല്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സർവീസസും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അടുത്തത് ഡു നോട്ട് ഓഫർ സർവീസസ് ഇഫ് ദെയർ ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത് വിൽ എഫക്റ്റ് ദെയർ പ്രാക്ടീസ്. അതായത് നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നെ എഫക്റ്റ് ചെയ്യുന്ന പ്രാക്ടീസസും കാര്യങ്ങളൊന്നും സർവീസസും കാര്യങ്ങളൊന്നും ഓഫർ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് ബിഹേവ് ഓണസ്റ്റ്ലി ആൻഡ് റെസ്പോൺസിബിളി ഇൻ ദ വേ ദേ ആർ അഡ്വർടൈസ് ആൻഡ് കണ്ടക്ട് ദെയർ പ്രാക്ടീസ്. അതായത് നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിരിക്കുക ഇൻ ദ ടൈം ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ടു. അതായത് നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസിങ് കൊടുക്കുന്ന സമയത്ത് നമുക്കില്ലാത്ത സ്കില്ലൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഇങ്ങനെയുള്ള സർവീസ് കൊടുക്കും, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ കഴിവുണ്ട് എന്നൊക്കെ പറയാണ്ടിരിക്കുക. സോ നമ്മൾ എന്തായിരിക്കുക, പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റുകൾ ഓണസ്റ്റ് ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം ഇൻ ദ വേ ദേ അഡ്വർടൈസ് ആൻഡ് കണ്ടക്ട് ദെയർ പ്രാക്ടീസ്. അഡ്വർടൈസ് ചെയ്യുന്ന സമയത്തും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കുക. സോ HPC ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒന്നും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവർ കംപ്ലയിൻറ്റ്സ് എടുക്കുക. HPC ഒരു ഏജൻസി ആണല്ലോ, സോ ഇവർ കംപ്ലയിൻറ്റ്സ് എടുക്കുക പല രീതിയിലാണ്. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് അവർ ചോദിക്കും, എംപ്ലോയേഴ്സിൻ്റെ, പ്രൊഫഷണൽസിൻ്റെ, പോലീസിൻ്റെ ആൻഡ് ബാക്കിയുള്ള എമംഗ് അതേഴ്സിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ചുറ്റിയിട്ടുള്ള ഇവർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ ആയിരിക്കും പിന്നെ ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ആക്ഷൻസ് എടുക്കുക. സോ അത് എപ്പോഴാണ് ദ ഇൻഡിവിജ്വൽ പ്രാക്ടീഷണേഴ്സ് ഇഫ് ദ കോഡ് ഓഫ് കണ്ടക്ട് പെർഫോമൻസ് ആൻഡ് എത്തിക്സ് ഹാസ് ബിൻ ബ്രീച്ച്ഡ്. അപ്പോൾ ഇവർ പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റും എത്തിക്സും ഒക്കെ വയലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ആക്ഷൻസ് എടുക്കുക. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. APNൻ്റെ എത്തിക്സ് നമ്മൾ പറഞ്ഞു, HPCൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ HPCൻ്റെ സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്റ്റ് പറഞ്ഞു. ഇനി എത്തിക്സ് എന്ന് പറയുന്ന അപ്ലൈഡ് സൈക്കോളജിയിൽ എത്തിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡിസ്കഷൻസും സ്റ്റേറ്റ്മെൻറ്റുമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ഒരു കഴിഞ്ഞ 5-10 വർഷമായിട്ട് നമ്മളുടെ എത്തിക്സിൻ്റെ ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എത്തിക്സിൻ്റെ കാര്യങ്ങളിൻ്റെ, അതായത് എത്തിക്സിൻ്റെ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാരണമാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കൂടുന്നതിന്, അതായത് ഇപ്പോഴത്തെ കാലത്ത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഹാസ് ബിൻ ചേഞ്ചിങ് ഓവർ ദ പാസ്റ്റ് 5 to 10 years. എത്തിക്സിൻ്റെ ഒരു ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ട്ലി റിസൾട്ട് ഓഫ് ഈവൻറ്റ്സ് ദാറ്റ് പാർട്ട്ലി ബിക്കോസ് ഓഫ് ദ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് മാറുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ, അത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്തിക്സ് ഒരു 5-10 വർഷമായിട്ട് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യ കാലങ്ങളിൽ, അല്ലെങ്കിൽ ആദ്യ സമയത്ത് എത്തിക്സ് മെയിൻലി കൺസേൺ അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസിന് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. അതായത് ഒരു പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ബേസിലുള്ള എത്തിക്സ് ആയിരുന്നു കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ കാരണം വൾണറബിൾ ക്ലയൻസിനെയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. സോ അവർ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം എത്തിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. സെക്കൻഡ് മേജർ ഏരിയ എന്ന് പറയുന്നത്, ആദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ കൺസേൺസിനെ കുറിച്ചിട്ടായിരുന്നു. ഇൻ സെക്കൻഡ് മേജർ ഏരിയ എന്ന് പറയുന്നത് ഈ ക്ലയൻറ്റും സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ ക്ലയൻറ്റും പ്രൊഫഷണലും ഈ പ്രാക്ടീഷണറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിലുള്ള ഒരു എത്തിക്സ്. സോ എ സെക്കൻഡ് മേജർ ഏരിയ ഹാസ് ബിൻ ഇൻക്രീസിങ് കൺസേൺ ആൻഡ് ഇൻഡീഡ് അവെയർനെസ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് എസ്പെഷ്യലി സൈക്കോളജിസ്റ്റും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു അവെയർനെസ്. സോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസിലുള്ള എത്തിക്സ്.
സോ ഇതൊക്കെയാണ് മേജർ കൺസേൺ ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി വാല്യൂസ്, ഒപ്പീനിയൻ ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് അതർ എക്സാമ്പിൾ സൈക്കോതെറാപ്പിസ്റ്റ് ഹാവ് ബീൻ റീച്ച്ഡ് ടു ഐഡൻറ്റിഫൈ ടിപ്പോളജീസ്, അപ്രോപ്രിയറ്റ്നെസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് ടു എക്സ്പ്ലോർ ദ നാച്ചർ ഓഫ് എത്തിക്കൽ ഡിലമസ് ആൻഡ് ഹൗ ദീസ് ആർ അഡ്രസ്ഡ്. സോ ഇവർ നമ്മളുടെ വാല്യൂസും, അതായത് ഡ്യൂറിങ് ദ സർവീസസ് വാല്യൂസും ഒപ്പീനിയൻസും അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് ഓഫ് സൈക്കോളജിസ്റ്റിൻ്റെ വാല്യൂസും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ അവർ ഫോളോ ചെയ്യുന്ന വാല്യൂസ്, അവരുടെ ഒപ്പീനിയൻസ് ആൻഡ് ബിഹേവിയേഴ്സൊക്കെ എന്താണ് കുറേ ആയിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എത്തിക്സുകൾ അല്ലെങ്കിൽ പാലിക്കേണ്ടത്, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് എത്തിക്കൽ ഡിലമാസ് ആൻഡ് എന്തൊക്കെയാണ് ആ ഒരു എത്തിക്കൽ പ്രശ്നങ്ങളുള്ളത്, അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഏരിയാസിൽ റിസർച്ചിൻ്റെയൊക്കെ ബേസിലാണ് എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ ഇങ്ങനെ ഒരു എത്തിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എത്തിക്സ് ഓഫ് ഒരു സ്പെസിഫിക് എത്തിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമല്ലോ, അങ്ങനെ ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ റിസർച്ചും കാര്യങ്ങളുടെയൊക്കെ ബേസിലാണ് ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ഇൻ എത്തിക്സ് ഹാവ് ബീൻ എവിഡൻ ഇൻ US. ഇപ്പോൾ നമ്മൾ USൻ്റെ ഒക്കെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് റിവൈസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കോഡ് ഓഫ് കണ്ടക്റ്റും സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്റ്റും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, റിവൈസ് ചെയ്യാറുണ്ട്. സോ അത് ആ റിവൈസ് ചെയ്യുന്നത് ആ ഒരു എത്തിക്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എത്തിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് എവിഡൻ്റ് ആണ്. ഇപ്പോൾ USൻ്റെ കേസ്, അതായത് നമ്മൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യപ്പെടുന്നുണ്ട്, എത്തിക്കൽ പ്രിൻസിപ്പിൾസും കോഡ് ഓഫ് കണ്ടക്റ്റും റിവൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി UK ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പകരം BPS ആണ്, ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇവരും ഇതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ എത്തിക്സിനെതിരെ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെമ്പർഷിപ്പ്, ഇപ്പോൾ BPSലുള്ള അവരുടെ മെമ്പർഷിപ്പ് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ അതൊന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്ന രീതിയിൽ, ബാൻ ചെയ്യുന്ന രീതിയിലൊക്കെ ഇവർ ചെയ്യാറുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ എത്തിക്സ് എന്ന് പറയുന്നത്. സോ an ethics committee is also now in existence and producing an ethical code of supplement code of conduct which is also to be revised. സോ എത്തിക്സിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു എത്തിക്കൽ കമ്മിറ്റി വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പറയപ്പെട്ട BPS ആയിക്കോട്ടെ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ കണ്ടറിൽ ഒരു എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. സോ ഇനി യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു മെറ്റാ കോഡ് ഓഫ് എത്തിക്സ് ആണ്. അതായത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ, ഇപ്പോൾ നമ്മൾ മെറ്റാ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഒരാൾ ഫിക്സ് ചെയ്ത് അത് വീണ്ടും സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുള്ള മെറ്റാ കോഡ് ഓഫ് എത്തിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അവർ പറയുന്ന 4 പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു എത്തിക്സിൽ പറയുന്നത്. ദിസ് ഹാസ് ഗേറ്റ് കോൺസ്റ്റൻറ്റ് മെമ്പേഴ്സ് ഓഫ് എൻഷ്യൂർ. ഇപ്പം ആ ഒരു മെറ്റാ കോഡ് റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് മെമ്പേഴ്സ് അതിലുണ്ട്. അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആൻഡ് ദേ എൻഷ്യൂർ ദാറ്റ് ദെയർ കോഡ്സ് ആർ കോംപ്രഹെൻസീവ് ആൻഡ് അഡ്രസ് ദ 4 പ്രിൻസിപ്പിൾസ്. ഈ മെറ്റാ കോഡ് ഓഫ് എത്തിക്സ് മെയിനായിട്ടും താഴെ പറയുന്ന 4 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റഗ്രിറ്റി, റെസ്പെക്ട് ഫോർ ദ പീപ്പിൾ, റെസ്പോൺസിബിലിറ്റി ആൻഡ് കോമ്പീറ്റൻസ്. സോ ഇവർ ഈ ഒരു മെറ്റാ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് ഇവർ ചെയ്യുന്നത്. സോ ദ ഫോർമേഷൻ ഈസ് ബേസ്ഡ് on principles of integrity, principles of respect for the people, responsibility and competence. Okay, സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഡെവലപ്മെൻറ്റ്, അതായത് ഈ എത്തിക്സിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ ഈ കോഡ് ഓഫ് കണ്ടക്റ്റ് ഇങ്ങനെ
തുടർച്ചയായിട്ട് റിവൈസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയിനായിട്ട് ഈ ഇമ്പോർട്ടൻ്റ് ആണ് റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇവർ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ പബ്ലിക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ പബ്ലിക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആകുന്നു. സോ നമ്മൾ മെയിനായിട്ട് എത്തിക്സ് ഉണ്ടാക്കുന്നത് എന്തിനാണ്, പബ്ലിക്കിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഒരു ഇൻക്രീസ് ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ ദ പബ്ലിക് ആൻഡ് അതേഴ്സ് വിത്ത് whom സൈക്കോളജിസ്റ്റ് ഇൻട്രാക്ട് പ്രൊഫഷണലി, അങ്ങനെയുള്ള സമയത്ത് അവരുടെ പബ്ലിക്കിൻ്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ സെക്കൻഡ് വൺ ഈസ് ദേ ആർ ടു സ്റ്റാൻഡിങ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ഡിസിപ്ലിൻ ആൻഡ് അപ്ലിക്കേഷൻ. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രൊഫഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതുപോലെ തന്നെ അപ്ലിക്കേഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ എത്തിക്സ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇപ്പം നമ്മൾ ഈ ഇന്നത്തെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ ഭയങ്കര കൊമേഴ്ഷ്യലിസം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഭയങ്കരമായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ദർ ടു ബി എ ഗ്രേറ്റർ ഇൻപുട്ട് ഓൺ എത്തിക്സ് ത്രൂ ഔട്ട് ദ ട്രെയിനിങ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ എത്തിക്സ് നമ്മളെ ഇപ്പം ഒരു പ്രൊഫഷണൽ പ്രാക്ടീഷണൽ സൈക്കോളജിസ്റ്റ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു തുടങ്ങണം, ഇൻക്ലൂഡിങ് ഫസ്റ്റ് ഡിഗ്രി. ഇപ്പോൾ നമ്മളെ UGൻ്റെ സമയത്തും അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ ട്രെയിനിങ്ങിൻ്റെ നമ്മൾ PGൻ്റെ ഒക്കെ സമയത്തൊക്കെ എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കുട്ടികൾക്ക് നല്ലോണം അല്ലെങ്കിൽ സ്റ്റുഡൻസിന് നല്ലോണം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ എത്തിക്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ദേ ഷുഡ് റിഫ്ലക്ട് ദ നോളജ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ആൻഡ് കോഡ്സ് ബട്ട് ഓൾസോ ഹെൽപ്പ് ന്യൂ പ്രാക്ടീഷണേഴ്സ് ടു അപ്രോപ്രിയേറ്റ് ദാറ്റ് അപ്ലൈഡ് സൈക്കോളജി ഓൾസോ ഫ്രീക്വൻലി ത്രോസ് അപ്പ് എത്തിക്കൽ ഡിലമസ് വെർ എത്തിക്കൽ പ്രിൻസിപ്പിൾ കോൺഫ്ലിക്റ്റ്. സോ നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ എത്തിക്സിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതലുള്ള നോളജും പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫോർ ദ ന്യൂ പ്രാക്ടീഷണേഴ്സ്, അല്ലെങ്കിൽ ന്യൂ പ്രാക്ടീഷണേഴ്സ് അതിനെ പറ്റിയുള്ള നോളജും പ്രിൻസിപ്പിൾസും കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്ത് വി വുഡ് ലൈക്ക് ടു സീ മോർ ആക്റ്റീവ് കൺസിഡറേഷൻ, അതായത് ഗിവ് മോർ ആക്റ്റീവ് കൺസിഡറേഷൻ ഓഫ് എത്തിക്കൽ ഇഷ്യൂസ് ബൈ പ്രാക്ടീഷണേഴ്സ് ഡ്യൂറിങ് ട്രെയിനിങ്, ഈവൻറ്റ്, സ്റ്റാഫ് മീറ്റിംഗ് ആൻഡ് സൂപ്പർവിഷൻ. ഇപ്പം നമ്മൾ ഇപ്പം ഇൻറ്റേൺഷിപ്പിനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കുറച്ചും കൂടെ പ്രയോറിറ്റി എത്തിക്കൽ ഇഷ്യൂസിനോ എത്തിക്സിന് കൊടുക്കണം. ഡ്യൂറിങ് ഈ ട്രെയിനിങ്, ഈവൻറ്റ്സ്, സ്റ്റാഫ് മീറ്റിങ്ങിന്, സൂപ്പർവിഷൻ്റെ ഒക്കെ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഗൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്ത് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് തേർഡ്ലി വി നീഡ് മോർ റിസർച്ച് ആൻഡ് കോൺസെപ്ച്വൽ അനാലിസിസ്, പർട്ടിക്കുലർലി ആസ് ന്യൂ ചലഞ്ച് അറൈസ്, ഫോർ എക്സാമ്പിൾ റിയാലിറ്റി ടെലിവിഷൻ. ദാറ്റ് മീൻസ് ഇപ്പം ഇതിനൊക്കെ പുറമെ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള എത്തിക്സിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസിലുള്ള ഡിലമാസിനെ പറ്റിയിട്ടുള്ള റിസർച്ചും കോൺസെപ്ച്വൽ അനാലിസിസ് ഒക്കെ തുടർച്ചയായിട്ട്, അതായത് കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തണം ഈ ഏരിയാസിൽ എന്നുള്ളതാണ്. ഫൈനലി ദർ ഈസ് ദ മൂവ് ടു സ്റ്റാറ്റ്യൂട്ടറി രജിസ്ട്രേഷൻ ഓഫ് സൈക്കോളജിസ്റ്റ്. ഫൈനലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ HPC ഒക്കെ പറഞ്ഞ പോലെ ഒരു രജിസ്ട്രേഷൻ ഓഫ് സൈക്കോളജിസ്റ്റ് കൊണ്ടുവരണം എന്നുള്ളതാണ്. സോ ഒരു പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അവർ പാലിക്കേണ്ട എത്തിക്സ്, വാല്യൂസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്റ്റും ബിഹേവിയറൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ ലൈസൻസ് അല്ലെങ്കിൽ അത് രജിസ്ട്രേഷൻ കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ബേസിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി രജിസ്ട്രേഷൻ ഓഫ് സൈക്കോളജിസ്റ്റ് ഫോം ചെയ്യുക എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ ലോസ് ഒക്കെ വെക്കുന്ന സമയത്ത് അത് പബ്ലിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് പബ്ലിക്കിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എത്തിക്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. സോ പർട്ടിക്കുലർലി സൈക്കോളജി ഈസ് പർട്ടിക്കുലർലി വെൽ പ്ലേസ്ഡ് ടു ഡെവലപ്പ് എത്തിക്കൽ തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഇൻ ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ സൈക്കോളജിക്കൽ ഫീൽഡിൽ നല്ല രീതിയിൽ എത്തിക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നോക്കാറുണ്ട് ബൈ റിസർച്ചിങ് ഇൻഫ്ലുവൻസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഹൗ. സോ നമ്മൾ കുറേ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് കൺസിഡർ ചെയ്തിട്ടും ആ ഏരിയാസിൽ കൂടുതൽ റിസർച്ച് നടത്തിയിട്ട് നമ്മൾ പൊതുവെ സൈക്കോളജിയിൽ നമ്മൾ ഈ പറയപ്പെട്ട എത്തിക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട്. സൈക്കോളജിസ്റ്റ് ആൻഡ് അതർ പ്രാക്ടീഷണേഴ്സ് റെക്കഗ്നൈസ് ആൻഡ് ഡീൽ വിത്ത് എത്തിക്കൽ ഡിലമാസ്. മെയിനായിട്ട് എത്തിക്കൽ ഡിലമാസ് അവരെ മെയിനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ഇൻ ദിസ് സെൻസ് എത്തിക്സ് ഈസ് സെൻട്രൽ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അപ്ലൈഡ് സൈക്കോളജി. സോ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തിക്സ് അപ്ലൈഡ് സൈക്കോളജിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ ബീയിങ്സിനെ ഫോക്കസ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത്.
പറയുന്നത്. സോ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് പല ഏരിയാസ് ഓഫ് നമ്മളെ ലൈഫിലെ എവറിഡേ ലൈഫിലെ പല ഏരിയാസിൽ അപ്ലൈ ചെയ്യാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എത്തിക്സ് ഫോക്കസ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എത്തിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ അപ്ലൈഡ് സൈക്കോളജിൻ്റെ ഡിസിപ്ലിനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ എത്തിക്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ കാരണം അപ്ലൈഡ് സൈക്കോളജി ആയതുകൊണ്ട് തന്നെ അത് പല ഏരിയാസിലും ഇൻഫ്ലുവൻസ് ചെയ്യാനും എഫക്റ്റ് ചെയ്യാനും അതിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത്. സോ എത്തിക്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ ഇത്രയും നമ്മൾ പറഞ്ഞത് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടായിരുന്നു. സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള എത്തിക്സ് ആണ്. എത്തിക്സ് വാല്യൂസ് ചോദിക്കുമ്പോഴേക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് എഴുതേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് എത്തിക്സ്, 3 എത്തിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. APA എത്തിക്കൽ ഗൈഡ് ലൈൻസ് കുറച്ച് പറഞ്ഞു. പിന്നെ HPC ബേസ്ഡ് ഓൺ UK ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസി, അവരുടെ പ്രൊട്ടക്റ്റഡ് ടൈൽസ് ഏതൊക്കെയാണ്, അതിലവരെങ്ങനെയാണ് ഇപ്പം അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആക്ഷൻസ് എടുക്കലെന്ന് പറഞ്ഞു. ഇനി അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ, അതായത് HPC പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് എന്തൊക്കെയാണ്. പിന്നെ ജനറൽ ആയിട്ട് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ്, അത് എന്തിനാണ്, പല രീതിയിലുള്ള എത്തിക്സ് കമ്മിറ്റിയും, ഇപ്പം APA കാര്യം പറഞ്ഞു, BPSൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും മെയിനായിട്ട് എത്തിക്സ് നമ്മൾ ഫോക്കസ് ചെയ്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇന്നത്തെ ഏരിയയിൽ അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ അത് എത്രത്തോളം റിലവൻ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ അപ്ലൈഡ് സൈക്കോളജി ആണ്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെപ്പറ്റി കൂടുതൽ പറയാം. സോ താങ്ക് യു ഓൾ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ താങ്ക് യു സോ മച്ച്.